അമൃതേച്ചി, പോലീസ് മാത്രല്ലല്ലോ, മീഡിയ ഉണ്ടല്ലോ. എന്താ എന്താ സംഭവിച്ചത്? ഒന്നും വിശദീകരിക്കാമോ? ആർക്ക് നേരെയാണ് ക്രിമിനലുകളുടെ ആക്രമണം ഉണ്ടായത്? മാറിയുന്ന എന്റെ അനിയത്തെയാണ് അമ്മാർ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. ഞാനും എന്റെ കസിൻ അമൃതേച്ചിയും അമ്പലത്തിലേക്ക് പോകുമ്പോഴാണ് കുറച്ചുപേര് ഈ 2 പെൺകുട്ടികളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന കണ്ടത്. എന്താ ചെയ്യണമെന്നറിയാതെ ഞങ്ങളത് പേടിച്ചുപോയി. റോഡിലാണെങ്കിൽ ആരും ഉണ്ടായിരുന്നില്ല ഒരു സഹായത്തിന്. പോലീസിനെ വിളിക്കാന്ന് വിചാരിച്ച് ഫോൺ എടുക്കുന്ന സമയത്താ PWD ചീഫ് എഞ്ചിനീയർ ശ്രേയ രാജേശ്വരി ഇത് കണ്ട് ഇതുവഴി വന്നത്. അവര് വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി 4 പേരെയും തല്ലി താഴെ ഇട്ടു. അമൃതേച്ചി, ചാരിച്ചേച്ചി എന്തൊക്കെയാ പറയുന്നത്? എനിക്കറിയില്ല. എന്നിട്ട് മരത്തിൽ കെട്ടിയിട്ടു. ശ്രേയ മാഡത്തിന്റെ ധൈര്യവും ശക്തിയും കണ്ട് ഞങ്ങൾ അന്തം വിട്ടുപോയി. എന്റെ അനിയത്തെ ആശ്വസിപ്പിച്ച് ധൈര്യം കൊടുത്ത് പോലീസിനെ വിവരം അറിയിച്ചിട്ടാ മാഡം പോയത്. എന്താണ് പേര്? അനശ്വര ബാലൻ. ഇന്നിപ്പോ ചീഫ് എഞ്ചിനീയർ ശ്രേയമേടെ രക്ഷിച്ചപ്പോ എന്ത് തോന്നി? സിനിമയിലൊക്കെ കാണുന്ന പോലായിരുന്നു മേഡത്തിന്റെ പെർഫോമൻസ്. ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പോയി. 4 ക്രിമിനൽസിനെ നിസ്സാര സമയം കൊണ്ടാ ചീഫ് എഞ്ചിനീയർ കീഴ്പ്പെടുത്തി കെട്ടിയിട്ടത്. ശ്രേയമേടമാണ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞത്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും മാഡം പോയി. സാധാരണ ഇതുപോലെ ഒരു കാര്യം ചെയ്താ പേരും മുഖവും മീഡിയയിലും പത്രത്തിലും വരാനല്ലേ നോക്കുള്ളൂ. തനിക്കിതിന്റെ ക്രെഡിറ്റ് ഒന്നും വേണ്ടാന്ന രീതിയിലാണ് ഇവിടെ നിൽക്കാതെ മാഡം പോയത്. ശ്രേയ മാഡത്തെ പോലെയുള്ളവരാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം. പോലീസ് എത്താൻ വൈകുന്ന സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകളിലാണ് പലരുടെയും ജീവൻ രക്ഷിക്കാൻ സാധിക്കുക. കുട്ടികളുടെ പരാതി എഴുതി തരണം. സ്റ്റേഷൻ വരണമെന്നില്ല, ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. ഓക്കെ സർ. കൊണ്ടുപോടോ ആടാ.